നമ്മൾ എഫേസ്യസ് 1:18 നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നേരത്തെ അറിയണത് എങ്ങനെയാണ്, കവനൻറ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, അതാണ് 1 കൊരിന്ത്യൻസ് 2:9. ശ്രദ്ധിക്കട്ടെ, 1 കൊരിന്ത്യൻസ് 2:9 ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്തോസ് 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം, അതായത് ഒന്നിനു വായിച്ചേ, 1 കൊരിന്ത്യൻസ് 2:9 ഒന്നിനു വായിച്ചേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ്. അനുഭവം, അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകണത്. ഒന്ന്, ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ല അനുഭവങ്ങൾ ഉണ്ടാകണത്. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്കുണ്ട്, കണ്ണുണ്ട്, മൂക്ക് മണമറിയാനുണ്ട്, ചെവിയുണ്ട്, പിന്നെ നാക്കുണ്ട്. ഇപ്പം ചില വിഷയം ഇപ്പം എന്താ പറയുക, 1 കൊരിന്ത്യൻസ് 2:9 എന്താ പറയണത്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കാത്ത, ദാറ്റ് മീൻസ് എന്താണ്, ഇതുവരെ നമുക്ക് അനുഭവത്തിലില്ലാത്ത, നിങ്ങളെ പൂർവിക അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉടമ്പടിയെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത, നിങ്ങളുടെ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നിങ്ങളുടെ കൈകൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പരിഹാരം ദൈവം നിനക്കായി കാത്തു വച്ചിരിക്കുന്നു. അതാണ് വിശിഷ്ടമായ വീഞ്ഞ്. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിലെ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങൾ, ചെവി കൊണ്ട് കേട്ട അനുഭവങ്ങൾ, കൈകൊണ്ട് സ്പർശിച്ച അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, ഇതിന് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പരിഹാരം ദൈവം നിനക്ക് വേണ്ടി കരുതി വെക്കും. ചിലർ പറയില്ല, അച്ഛാ വിറ്റ് എടുക്കാൻ സ്ഥലം പോലുമില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ വിദേശത്ത് വിടണത്? അത് അവരുടെ പരിഹാരമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിഹാരങ്ങളെല്ലാം നമ്മൾ അളക്കണത് നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, അതുപോലെ തന്നെ നമ്മളുടെ ആലോചന, മനസ്സുകൊണ്ട് ഗ്രഹിക്കണത്. പക്ഷേ എപ്പോഴും ഉടമ്പടി വരണത് എന്താണ്, ഇതുവരെ നിങ്ങൾ സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ജോഷുവ. ശ്രദ്ധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ജോഷുവ 3:4 ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ഇതാണ് ഉടമ്പടി. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് പരിചയമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വെക്കണം. ഒന്ന് പറഞ്ഞേ, ദൈവം തന്നെ സ്നേഹിച്ചിരിക്കുന്നവർക്കായി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം വരണത്? ഈ വിശിഷ്ടമായ വീഞ്ഞ് ആരുടേതാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരുടേത് അല്ലേ? അതാണ് വിഷയം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും ടോപ്പ് ഫോർമുലയാണ് ഉടമ്പടിയിലുള്ളത്. നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ, ഞാനിത് ചെയ്ത് നിന്നെ സ്നേഹിക്കുകയാണ്, ഞാനിത് ചെയ്ത് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി നമുക്ക്, അതായത് ദൈവത്തിൽ നിൻ്റെ എല്ലാ പരിഹാരവും ഉണ്ട്. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിനെ ക്രിസ്തുമതയും
നിത്യതമായ ജീവിതം, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുമുള്ള എല്ലാത്തിൻ്റെയും പോംവഴികൾ, പരിഹാരം അവൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം എങ്ങനെ വസിക്കണത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. എങ്ങനെ വസിക്കണത്? അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. ഈ നാമത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദാനിയേൽ വായിച്ചേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച 2:22 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എങ്ങനെയാണ്? എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. നമ്മൾ ഉടമ്പടിയിലൂടെ എന്താണ് ചെയ്യണത്? നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയണം. ഉടമ്പടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യണത്? അതെല്ലാം പ്രാർത്ഥനയല്ല, പ്രവർത്തനങ്ങളാണ്. അതെന്താ ചെയ്യുക? ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ആ മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളെടുക്കും. പ്രാർത്ഥന എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചി ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ മരുമകളുടെ ജോലി, സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള, യു കെയിൽ പോകാനുള്ള IELTS പരീക്ഷയുടെ ഹിയറിംഗ് പോയി. അവർക്ക് ആ സ്പീക്കിംഗ് മൊഡ്യൂൾ പോയി. അത് കിട്ടത്തില്ല. അവർക്ക് നല്ലോണം സ്പീക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ സ്പീക്കിംഗ് പോയതോടുകൂടി ഇവൾ സൗദി അറേബ്യയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുകയും ചെയ്ത് UK പോകാനും പറ്റണില്ല. അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മായിയമ്മോട് പറയും, ഉഷയോട് പറയും നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അത് അവൾ പറയും, അമ്മയ്ക്ക് അറിയാത്ത കൊണ്ടാണ്, എന്താണ് സ്പീക്കിങ്ങിന് റീവാലുവേഷൻ കൊടുത്താൽ കിട്ടത്തില്ല, റീവാലുവേറ്റ് ചെയ്യാൻ സ്പീക്കിംഗ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, നീ ദൈവത്തിലെ ആശ്രയിക്കും, നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവരെന്താ പറയണത്? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീവാലുവേഷൻ കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി, അവൾ ജയിച്ച്. എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത്, എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും, നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും. അത് നേരത്തെ അറിയണാണിത്. അവർ ഹൈന്ദവ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം. ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹെർ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നത്. അതനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് ഇത് ചിലപ്പോൾ ഒരു കത്തോലിക്കനെ കൊണ്ട് പെട്ടാൽ പറ്റില്ലെന്ന് വരും. അതെന്താ കാര്യം? യവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാളത്തെ കൂടി പോകല്ലേ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കല്ലേ. പക്ഷേ ഇവനൊരിക്കലും ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു സൈഡിൽ ഒരു കുടുംബ പ്രാർത്ഥന, ഒരു കുർബാനയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ്. ഇതൊന്നും, അതായത് ഇതിൻ്റെ പിന്നിൽ കവനൻ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയാലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ, ദൈവം സത്യസന്ധനായത് കാരണം അവിടെ പക്ഷഭേദമില്ലല്ലോ. പക്ഷഭേദമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. പ്രഭാഷകൻ 35:15. പ്രഭാഷകൻ 35:15. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതാണ് വിഷയം. ഈ കാഴ്ചവെട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും അവൻ്റെ വിഷയം എന്താണ്, അവനതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അവൻ CSI ആണ്, പെന്തക്കോസ്താണ്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, അതും ദൈവത്തിൻ്റെ തിരുസ്ഥേന. ആരാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യണത് സത്യസന്ധമായ രീതിയിൽ? അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. കാര്യം ഉടമ്പടി ഒരു ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും.
ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്ന തിയോളജിയാണ്, പ്രാക്ടീസ് തിയോളജി. അപ്പോൾ പക്ഷേ എന്താ പറഞ്ഞാൽ ഫെയ്ത്ത് പ്രാക്ടീസ് തിയോളജിയുടെ ഒരു നഫ്ഷൽ, ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ദ ഫെയ്ത്താണ്. ഈ പ്രാക്ടീസിങ് ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പരിശീലിക്കുക. വിശ്വാസ പരിശീലനത്തെ സംഭവം വരുമ്പോൾ കോമണായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് അറിയാവുന്നത്, മറ്റത് അധികം പരിശീലിപ്പിച്ചിട്ടില്ല. വിശ്വാസ പരിശീലനത്തിൽ പ്രാർത്ഥന മാത്രമല്ലല്ലോ. ഇപ്പം തന്നെ ഈ ഉഷ എന്താ പറയണത് മരുമകളോട് എന്താ പറയണത്? നീയും നിൻ്റെ ഭർത്താവും കൂടി വന്നിട്ട് നിങ്ങൾ റാലിയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ കൊല്ലത്തെ റാലിയാണ്. നവംബർ മാസം ആകുമ്പോൾ മാതാവ് കയറ്റി വിട്ടോളാം എന്ന് പറയണം. ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം, ഇടക്കിട്ടിരിക്കേണ്ട. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കഴിഞ്ഞ കൊല്ലം കുഞ്ഞുങ്ങളോട് വന്നിട്ട് ഇവിടുന്ന് അർത്തിങ്ക വരെ നടന്ന്. അപ്പോൾ ഞാൻ മുത്തുക്കുടയും പിടിച്ചാണ് എൻ്റെ മകൾ നടന്നതെന്ന് ഇവർ പറയണേ. മുത്തുക്കുടയും പിടിച്ചാണ് അവിടം വരെ അർത്തിങ്ക വരെ നടന്നത്. പക്ഷേ എന്നാ പറ്റി? ഈ അമ്മ പറഞ്ഞിരിക്കണ നവംബറിൽ തന്നെ അവർ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇൻ കേസ് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. ഇത് ഒത്തിരി ലാഗ് ചെയ്യാനാണ് കാര്യം. ഇവിടെ ഓഡിയോ ആണ് പോയിരിക്കുന്നത്, സ്പീക്കിംഗ് ആണ് പോയിരിക്കുന്നത്. പക്ഷേ ആ സ്പീക്കിംഗ് പോയത് അവളുടെ മെറിറ്റിൽ നിൽക്കാത്ത കാര്യമാണ്. പിന്നെ എന്താ വർക്ക് ചെയ്യണത്? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. അത് സ്പീക്കിംഗ് പോയെന്ന് അർത്ഥം. ഇപ്പം നിങ്ങൾക്കൊരു മുടിയിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ഇനി മെറിറ്റിൽ നിൽക്കത്തില്ല. മെറിറ്റിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ യോഗ്യതയിൽ നിൽക്കണില്ല. പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉടമ്പടിയിലുള്ളത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഗ്രേസാണ്. ഇനി നമ്മൾ ഈ ഗ്രേസ് എങ്ങനെയൊക്കെ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? കൃപയാണ്. കൃപ എവിടെയാണ് ഉള്ളത്? കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത്. എന്തായിട്ടാണ്? കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ കണ്ടൻസ് ഓഫ് ദി ദൈവത്തിൻ്റെ നാമം എന്താണ്? ജ്ഞാനവും അതേസമയം തന്നെ ശക്തിയായിട്ടാണ്. അതിന് നമ്മളേക്ക് അപ്ലോഡ് ചെയ്യണത് ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴിയാണ്. എല്ലാത്തിൻ്റെയും ഒരു നോഹോ. ഈ ഭൂമി ഭൂമി അണു ഒരു ആറ്റത്തിൻ്റെ അകത്ത് തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ സൗരയൂഥം മുഴുവനും എത്രയോ സൗരയൂഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു പിടിയുമില്ല. നമുക്ക് ആ പാട് ഒരു സൂര്യനെ, ഒരു ചന്ദ്രനെയും 10-12 ഗ്രഹങ്ങളെ അറിയാത്തുള്ളൂ. അതിനേക്കാൾ എത്രയോ സംഭവങ്ങളാണ് ലോകത്ത് ഉള്ളത്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന പ്ലാനുണ്ട്. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അതിൻ്റെ പ്ലാൻ, കോസ്മിക് പ്ലാനുണ്ട് ദൈവത്തിൻ്റെ. അതുകൊണ്ടല്ലേ ഭൂമി എങ്ങനെയാണ് കാലാവസ്ഥ നമുക്ക് കിട്ടണം. കൃത്യമായ കാലാവസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഭൂമി അല്പം ചരിച്ച് 23 ഡിഗ്രിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ എന്താ കാര്യം? ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫുഡ്സാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളിതുവരെ നമ്മൾ ഓറഞ്ച് കണ്ടിട്ടുണ്ട്, നമ്മളും ആപ്പിൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആപ്പിളും ഓറഞ്ചും വേറെ ഒരു ലെവലാണ്. മണമാണെങ്കിൽ നമ്മൾ ശരിക്കും നറുമണമെന്ന് പറയും. പുഷ്പങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോഴാണ് നമുക്ക് പറയുന്നത് നമ്മൾ ഈ കഴിക്കണമെന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന്, ഇതിൻ്റെ ഒറിജിനൽ വേറെയാണെന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തത്, ഇവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റിവിടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ G20 നമ്മൾ സിൽക്ക് റൂട്ടിന് ഒരു യൂറോപ്യൻ, ചൈനീസ്, പാകിസ്ഥാൻ ഇക്കണോമിക് ഇടനാഴിക്ക് ബദലായിട്ട് ഇന്ത്യ, സൗദി അറേബ്യ തൊട്ട് ഈ യൂറോപ്പ് വരെ പോകുന്ന വേറെ ഒരു ഇക്കണോമിക് ഇടനാഴി, സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് കുറേ കപ്പലിലും കുറേ ട്രെയിനിലും അങ്ങനെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇടനാഴി രൂപപ്പെട്ട് വരികയാണ്. എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഒപ്പുവെക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഒപ്പുവെക്കാൻ പോകുന്നു. ഇത് വലിയൊരു വിജയമായിട്ട് മാറും. അതായത് ഈസി ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതുപോലെ തന്നെ സൗദിക്കാർക്ക് അവിടെ എണ്ണ വിൽക്കാം. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വികസിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടക്കണത്? എന്തുകൊണ്ടാണ്?
കച്ചവടം നടക്കണം. ഇവിടെ ഇല്ലാത്ത വാസ്കോ ഡി ഗാമ എവിടെ നിന്നെല്ലാമാണ് കറങ്ങിത്തിരിഞ്ഞ് പോർട്ടുഗലിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വളഞ്ഞാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ വരാനാണെങ്കിൽ ഈ കൊണ്ടുപോകണ കുരുമുളക് കൊണ്ട് കിട്ടുന്ന ലാഭം ഈ വരുന്ന യാത്രാക്കൂലിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് നഷ്ടമായിരിക്കും. കുരുമുളകിന് വന്നതാണ്, ബിസിനസ് നഷ്ടമാകും. അതുകൊണ്ടാണ് സ്യൂസ് കനാൽ ഉണ്ടാക്കിയത്. പക്ഷേ സ്യൂസ് കനാൽ ഉണ്ടാക്കിയാലും യൂറോപ്പിൽ ഈ സാധനം എത്തുന്നതിന് വേറെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ യാത്രാക്കൂലി നഷ്ടം. അപ്പോൾ യാത്രാക്കൂലി കുറച്ചെടുത്താൽ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടും. സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടിയാൽ കുറേ ആൾക്കാരത് ഉപയോഗിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ G20 ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങൾ അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ഉണ്ട്. അവർ രൂപകൽപ്പന ചെയ്തിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുരുമുളക് നമ്മൾ അയർലൻഡിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എങ്ങും കുരുമുളക് ഇല്ല. പക്ഷേ കുരുമുളക് അവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുരുമുളക് വാങ്ങിക്കുമോ? അവർ വാങ്ങിക്കത്തില്ല. അപ്പം നമ്മുടെ കുരുമുളക് നമ്മൾ തന്നെ തിന്ന് തരേണ്ടി വരും മതിയായ. അവർക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉള്ള സാധനം അവിടെ ഇല്ലാതിരിക്കുന്നതും എല്ലാം ക്ലൈമറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് ദൈവം ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഓരോ ക്ലൈമറ്റിലും ഓരോ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മര്യാദയ്ക്ക് വികസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ, അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അത് ദൈവത്തിലിരിക്കുന്നതാണ്. അതാണ് ദാനിയേൽ 2:20 പറയണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. അപ്പോൾ ഈ നാമത്തിൻ്റെ കണ്ടന്റ് വൈസ് എന്താണത്? ഒന്ന് ജ്ഞാനമാണ്. ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ജ്ഞാനമാണ്. പിന്നെ എന്താണ്? ശക്തി. അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ്. രണ്ട് കാര്യമാണ് ദൈവത്തിൽ. നമ്മൾ ഉടനെ ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും തരും, അതിൻ്റെ ഫണ്ടും തരും. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് മോസസ്, ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത്. വഴി. ദൈവം മോസസിന് സങ്കീർത്തനം 103:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 103 സങ്കീർത്തനം 7 തിരുവചനം. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പറഞ്ഞ് അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പോൾ